ഇന്ത്യ ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളും പോസ്റ്റുകളൊക്കെ നമ്മൾ കാണാറില്ലേ. അപ്പൊ ഇത് പുറത്ത് ഇന്ത്യക്കാരെ കുറിച്ചുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. ഇത് ഒരിക്കലും മാറാനും പോകുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഓരോ ന്യൂസുകളാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത് കാണുന്ന നമ്മൾ വരെ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു എന്ന്. 2-3 ദിവസം മുന്നേ ബീഹാറിൽ ഗോപാൽഗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണ ഒരു വില്ലേജിൽ നടന്ന ഒരു കാര്യമാണിത്. അവിടുത്തെ പോലീസുകാർ റുട്ടീൻ ചെക്കപ്പിന് ഇറങ്ങിയപ്പോൾ സംശയത്തിന്റെ പേരിൽ കുറച്ച് പേരിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു സാധനം അവർ വിൽക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പോലീസുകാർ ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്തപ്പോ ഇതെന്ത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ സാധാരണ കഞ്ചാവോ പൊടിയൊക്കെ ആയിരിക്കുമല്ലോ, ഇന്ന് ഇത് അതൊന്നും അല്ല. 50 ഗ്രാം കാലിഫോർണിയം എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിന്റെ വില എന്നൊക്കെ പറയുന്നത് 800 കോടി രൂപയായിട്ടൊക്കെ വരും. ഇത് വളരെ റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതിന്റെ ഉപയോഗം മെയിൻ ആയിട്ട് വരുന്നത് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലും ഈ പവർ പ്ലാന്റ്സിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ. അതേപോലെ ഇതൊക്കെ സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇവന്മാർ ചുമ്മാ പോക്കറ്റിലൊക്കെ ഇട്ട് ഏതോ ബൈക്കിൽ പോകുമ്പോഴാണ് ഇവരെ പിടിച്ചതെന്നൊക്കെയാണ് ന്യൂസ് റിപ്പോർട്ട് വരുന്നത്. എന്തൊക്കെയാ അവിടെ നടക്കുന്നത് ഒരു പിടിയില്ല.